അപ്പോൾ ഐസൊലേഷൻ ട്രാൻസ്ഫോമറിനെ നമ്മൾ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്നും അതുപോലെ തന്നെ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്നും പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ വൈൻഡിങ്സ് അറൗണ്ട് ദി കൺസിഡറബിൾ പാർട്ട് ഓഫ് കോറിന് ചുറ്റുമാണ് വൈൻഡിങ് ഉള്ളത്. അതായത് കോറിൻ്റെ കൺസിഡറബിൾ പാർട്ടും വൗണ്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ വൈൻഡിങ്സ് കൊണ്ടാണ്. അതേസമയം ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ എന്താണ്, കോർ സറൗണ്ട്സ് ദി കൺസിഡറബിൾ പാർട്ട് ഓഫ് വൈൻഡിങ്ങിൻ്റെ കൺസിഡറബിൾ പാർട്ടും കോറ് കൊണ്ട് സറൗണ്ട് ചെയ്തിരിക്കുന്നു. അപ്പം കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ വൈൻഡിങ് ആണ് കൂടുതലുള്ളത്. വൈൻഡിങ് ആണ് കോറിന് ചുറ്റും കൂടുതലും സറൗണ്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ തിരിച്ചാണ്. എന്താണ്, വൈൻഡിങ്ങിന് ചുറ്റും കോറ് സറൗണ്ട് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ. ഇത് ഷെൽ ടൈപ്പ്. ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, ഇതാണ് കോറാണ്. കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ വൈൻഡിങ് ആണ് കൂടുതൽ. എന്നാൽ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ എന്താണുള്ളത്, കോറാണ് കൂടുതലും കാണുന്നത്. കോറാണ് ആ ട്രാൻസ്ഫോമറിൻ്റെ കൺസിഡറബിൾ പാർട്ടും കവർ ചെയ്തിരിക്കുന്നത്. വൈൻഡിങ്ങിനെ ഫുള്ള് കവർ ചെയ്തിരിക്കുന്നത് കോറാണ് ഇൻ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമർ. തിരിച്ചാണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിലുള്ളത്. ഇനി കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ, കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ടാക്കിയിരിക്കുന്നത് തിൻ ഷീറ്റ് ഓഫ് റെക്റ്റാങ്കുലർ സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ ഉപയോഗിച്ചാണ്. ഈ ലാമിനേഷൻ എന്ന് പറയുന്നത് ഇൻസുലേറ്റിംഗ് വാർണിഷ് കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇങ്ങനെ ഓരോ റെക്റ്റാങ്കുലർ ഷീറ്റ്സും പ്രസ് ചെയ്തിട്ട് നമ്മൾ ഒറ്റ കോറായിട്ട് മാറിയിരുന്നു. അപ്പോൾ ഓരോ കോറെടുത്താൽ അതിൽ തിൻ റെക്റ്റാങ്കുലർ ലാമിനയാണുള്ളത്. ഈ ലാമിന ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്, വാർണിഷ് ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്ത്. എന്നിട്ട് ഈ ലാമിന എല്ലാം കൂടി പ്രസ് ചെയ്ത് ഒരൊറ്റ കോറായിട്ട് മാറ്റി. ഇനി പ്രൈമറി വൈൻഡിങ്സും സെക്കൻഡറി വൈൻഡിങ്സും ഈ കോറിൻ്റെ രണ്ട് എൻഡിലായിട്ട് അല്ലെങ്കിൽ രണ്ട് സൈഡിലായിട്ട് വൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ. നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫിഗറാണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷനിലും ഉള്ളത് എന്തൊക്കെ തന്നെയാണ്, ലാമിനേഷൻ തന്നെയാണുള്ളത്. സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ ഇൻസുലേറ്റഡ് ആണ്, പ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ വൈൻഡിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിലാണ്. അതായത് പ്രൈമറിയും സെക്കൻഡറിയും ലെയേഴ്സായിട്ട് വൗണ്ട് ചെയ്തിരിക്കുന്നത് കോറിൻ്റെ സെൻറ്റർ സെക്ഷനിലാണ്. കോറിൻ്റെ സെൻറ്ററിൽ ഒരു പാർട്ടീഷൻ ഉണ്ട്, അവിടെയാണ് എന്തുള്ളത്, നമ്മുടെ പ്രൈമറി സെക്കൻഡറി വൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമറും അതുപോലെ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറും. ഇനി നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഫങ്ഷണാലിറ്റിയെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫോമറിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയെന്ന് വെച്ചാൽ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ, റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ പവർ ട്രാൻസ്ഫോമർ. അപ്പോൾ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ നോക്കുകയാണെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ പേര് പറയുന്നത് പോലെ തന്നെ ദേ ആർ ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് ഓവർ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച്. ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമറാണ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. അതായത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയ്ക്കാണ്. ഇവിടെ ലാമിനേറ്റഡ് കോർക്ക് തന്നെയാണ്. ദെൻ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ പവർ ട്രാൻസ്ഫോമറിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ദെൻ ഈ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇമ്പിഡൻസ് മാച്ചിങ്ങിലും അതുപോലെ തന്നെ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷനുമൊക്കെയാണ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ദെൻ ഇതിൻ്റെ പേര് നമ്മൾ പറയുന്നതിൻ്റെ ഫങ്ഷണാലിറ്റിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ബേസിലാണ് നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിനെ നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. ചില ട്രാൻസ്ഫോമർ ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കും. ചിലത് മൈക്രോഫോൺ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ മോഡുലേഷൻ ട്രാൻസ്ഫോമർ, അതുപോലെ ഇൻ്റർ സ്റ്റേജ് ട്രാൻസ്ഫോമർ. ഇതൊക്കെയാണ് നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ട്രാൻസ്ഫോമറിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫോമറിനൊക്കെ ഓരോ റേറ്റിങ്സ് ഉണ്ട്. ആ റേറ്റിങ്സ് എന്ന് പറയുന്നത് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ റേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രൈമറി സെക്കൻഡറി ഇമ്പിഡൻസ് വെച്ച് അല്ലെങ്കിൽ കറണ്ട് ക്യാരിങ് കേപ്പബിലിറ്റി ഒക്കെ വെച്ചാണ് നമ്മൾ
ഇതിനെ റേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ട്രാൻസ്ഫോമർ പറയുമ്പോൾ തന്നെ അതിൻ്റെ റേറ്റിംഗ് പറയുന്നത് ഇതൊക്കെയാണ്. പ്രൈമറി സെക്കൻഡറി ഇമ്പിഡൻസ് ഇത്രയാണ്, അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് ക്യാപ്പബിലിറ്റി ഇത്രയാണെന്നൊക്കെ വെച്ചാണ് നമ്മൾ ആ ട്രാൻസ്ഫോമറിന് മാക്സിമം വാല്യൂ പറയുന്നത്. അപ്പോൾ അതാണ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫോമറാണ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. ദെൻ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് പവർ ട്രാൻസ്ഫോമറിനെ അപേക്ഷിച്ച് ചെറുതാണ്. ദെൻ ഇത് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്പിഡൻസ് മാച്ചിങ്ങിന് അല്ലെങ്കിൽ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷനാണ്. ദെൻ ഇതിന് നമ്മൾ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ, അല്ലെങ്കിൽ മൈക്രോഫോൺ ട്രാൻസ്ഫോമർ, ഇൻ്റർസ്റ്റേജ് ട്രാൻസ്ഫോമർ, മോഡുലേഷൻ ട്രാൻസ്ഫോമർ എന്നിങ്ങനെ. അപ്പോൾ അത്രയാണ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ അടുത്ത റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ പേര് പറയുന്നത് പോലെ തന്നെ എന്താണ്, അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസിക്ക് മുകളിൽ ഫ്രീക്വൻസിയുള്ള സിഗ്നൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫോമറാണ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. അല്ലെങ്കിൽ അതിനെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത, അതിൻ്റെ കോർ എന്ന് പറയുന്നത് ഒന്നുകിൽ എയർ കോർ ആയിരിക്കും അല്ലെങ്കിൽ ഫെറൈറ്റ് കോർ ആയിരിക്കും. ഫെറൈറ്റ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അപ്പോൾ ഫെറൈറ്റ് കോർ അല്ലെങ്കിൽ എയർ കോർ ഉപയോഗിച്ചാണ് അതിൻ്റെ കോർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വൈൻഡിങ്സ് എന്ന് പറയുന്നത് ട്യൂൺഡ് ആയിരിക്കും. ഒന്നുകിൽ പ്രൈമറി അല്ലെങ്കിൽ ഒന്നുകിൽ രണ്ടും പ്രൈമറി സെക്കൻഡറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോയിൽ ട്യൂൺഡ് ആയിരിക്കും. അതായത് നമുക്കതിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഒരു കപ്പാസിറ്ററും കൂടി കണക്ട് ചെയ്ത വൈൻഡിങ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്കതിന് കപ്പാസിറ്ററിൻ്റെ വാല്യൂ വാരി ചെയ്യിച്ച് കൊണ്ട് നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസിയെ ട്യൂൺ ചെയ്യാം. അങ്ങനെയാണ് മിക്കവാറും ഉള്ള റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്യൂണബിളാണ് എന്തെന്ന് പറയുന്ന റേഡിയോ ഫ്രീക്വൻസി അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ട്യൂൺ ചെയ്തെടുക്കും. അപ്പോൾ അതാണ് റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, അതിൽ കോറായിട്ട് ഉപയോഗിക്കുന്ന ഒന്നുകിൽ എയർ കോർ ആയിരിക്കും അല്ലെങ്കിൽ ഫെറൈറ്റ് കോർ ആയിരിക്കും. റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഡിസൈൻ ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫോമറാണ് റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. ഇനി അടുത്തത് മൂന്നാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് പവർ ട്രാൻസ്ഫോമർ. പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കോറെന്ന് പറയുന്നത് ലാമിനേറ്റഡ് കോറൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഒരു പ്രൈമറി വൈൻഡിങ്സും ഉണ്ട്. അതുപോലെ തന്നെ സെവറൽ സെക്കൻഡറി സെക്കൻഡറി വൈൻഡിങ്സ് രണ്ടോ അതിലധികമോ കാണും. അതുപോലെ തന്നെ ഇത് പരസ്പരം ഇൻസുലേറ്റഡും ആയിരിക്കും. ഇനി അവ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ദേ ആർ കോമൺലി യൂസ്ഡ് ഇൻ ദി പവർ സപ്ലൈ ഫോർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൽ പവർ സപ്ലൈക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് പ്രൊവൈഡ് വേരിയസ് AC വോൾട്ടേജ് നെസസറി ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് DC വോൾട്ടേജ്. നമ്മൾ റെക്ടിഫയർ ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, പവർ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയാണ് ഇതിൻ്റെ പവർ ട്രാൻസ്ഫോമറിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാം. അതായത് ഫിഗർ 7.18 കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ പവർ ട്രാൻസ്ഫോമേഴ്സാണ്. അപ്പോൾ അതാണ് ഫങ്ഷണാലിറ്റി അനുസരിച്ച് നമ്മൾ ട്രാൻസ്ഫോമറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്.